ഹായ് ഓൾ, വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം. നമ്മൾ പരീക്ഷയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയുടെ തലേന്ന് എങ്ങനെ നമ്മൾ പഠിക്കണം, നോട്ടുകൾ തയ്യാറാക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, എന്ത് ചെയ്യണം? പുസ്തകം തുറക്കുമ്പോൾ പല ആളുകൾക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ പുസ്തകം തുറന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ഉറക്കം വരും, ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം വരും. എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് സുഹൃത്തിൻ്റെ ചോദ്യം. പക്ഷേ ഒരുപാട് കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണത്. ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് പഠിക്കാൻ ആവശ്യമായൊരു മോട്ടിവേഷൻ ഇല്ല എന്നതാണ്. സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നതാണ്. അപ്പോൾ സബ്ജക്റ്റിനോട് അപ്രീഷിയേഷൻ ഉണ്ടാക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉറക്കം ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്, ഉറക്കം വരുന്നതിന് പല ബയോളജിക്കൽ റീസൺസും ഉണ്ടാവും. ഒന്ന്, നമ്മുടെ ശ്രദ്ധ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് അപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ മറ്റൊരു കാരണമായി പറയാവുന്നത്, നമുക്ക് കൃത്യമായി ഉറക്കം ലഭിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പഠനത്തിനിടയിലുള്ള ഉറക്കത്തിന് കാരണമാകും. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കുന്നതിനിടയിൽ ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കലും ബെഡിലിരുന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ബെഡ് അടുത്തുണ്ടാവരുത്. ബെഡിലിങ്ങനെ കിടന്നുകൊണ്ടല്ല പഠിക്കേണ്ടത്. നമുക്ക് അങ്ങനെ പഠിക്കാൻ, നമുക്ക് ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ അടുത്ത് സൃഷ്ടിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉറക്കത്തിന്, നമ്മുടെ സ്ലീപ്പിന് ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഉറക്കത്തിന് ഉദ്ദേശം 4 സ്റ്റേജുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ വളരെ ഷാലോ സ്ലീപ്പിലായിരിക്കും. നമ്മൾ ആരെങ്കിലും വിളിച്ചാലൊക്കെ അറിയാം, നമ്മൾ ആ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ സ്റ്റേജിലായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്ക് കുറച്ചുകൂടി ഡീപ്പായി. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ ഡീപ്പ് സ്ലീപ്പായി. അവിടെ നമ്മൾ വിളിച്ചുണർത്താൻ വരെ ബുദ്ധിമുട്ടാണ്. നാലാമത്തെ സ്റ്റേജ് ഡ്രീമിങ് സ്റ്റേജാണ്. അവിടെ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന സ്റ്റേജിനെയാണ് നമ്മൾ നാലാമത്തെ സ്റ്റേജായി കാണുന്നത്. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരും എന്നാണ് സയൻസ് പറയുന്നത്. അതായത് ഒരാളുടെ ഉറക്കത്തിന് ഒരുപാട് സൈക്കിൾസ് ഉണ്ടാവും. ഈ 4 സ്റ്റേജസ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ 4 സ്റ്റേജസിൻ്റെ കൂടിയുള്ള ഒരു ടൈം പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ്. ഞാൻ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു അനുഭവത്തെക്കുറിച്ച് പറയാം. ചില സമയത്ത് നമ്മൾ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും തട്ടി ഉണർത്തിയാൽ പിന്നെ നമ്മുടെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മൾ വീണ്ടും ഒരു ഉറക്കപ്പിച്ചിലായിരിക്കും. നമുക്ക് പല കാര്യങ്ങളും ആ ഉറക്കത്തിൻ്റെ ആ കെട്ടുപാട് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചില സമയത്ത് നമ്മൾ ഉണർന്നാൽ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും. ഈ 2 സ്റ്റേജസും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഉറക്കത്തിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റേജിലാണ് ഉണരുന്നതെങ്കിൽ, അതായത് ഡീപ്പ് സ്ലീപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡ്രീമിങ്ങിൻ്റെയോ സമയത്താണ് ഉണരുന്നതെങ്കിൽ, അവിടെ ആ സമയത്ത് നമ്മുടെ ഉറക്കം പൂർണ്ണമായും ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ആ ഉറക്കത്തിൻ്റെ ആ ഒരു കെട്ടുപാടിൽ നിന്ന് പൂർണ്ണമായും അതിൻ്റെ ഒരു ഹോൾഡിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ 1-ാമത്തെ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഫ്രഷായി ഫീൽ ചെയ്യും. ഇതുകൊണ്ടാണ് പഠിത്തത്തിൽ പവർ നാപ്പ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കണം എന്ന് പല ആളുകളും പറയാൻ കാരണം. എന്താണ് പവർ നാപ്പ്? നമ്മുടെ ഉറക്കം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, നമ്മളെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് പവർ നാപ്പ്. അതായത് ഒരു 15-20 മിനിറ്റ് മാത്രം ഉറങ്ങുക, എന്നിട്ട് എണീക്കുക. നമുക്കൊരു ക്ഷീണം തോന്നുകയാണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഉറങ്ങുക. ആ ഉറക്കത്തിൻ്റെ സ്റ്റേജ് 1-ൽ മാത്രം ഉറങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എണീക്കുക. ഇത് പെട്ടെന്ന് എണീക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പവർ നാപ്പ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വീട്ടിൽ അമ്മയോട് അച്ഛനോട് പറയാം, 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചുണർത്തണം, അല്ലെങ്കിൽ അലാറം വെക്കുക. എന്നിട്ട് ഉണർന്ന് എണീറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കും. പലപ്പോഴും ക്ലാസ്സിന് പോകുന്നതിന് മുമ്പൊക്കെ ഞാൻ ഈ ടെക്നിക്ക് പ്രയോഗിക്കാറുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഉറക്കം വരുന്നൊരു സമയമാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഉറങ്ങുക. ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് ഉടനെ എണീറ്റ് ക്ലാസ്സിന് പോവുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വളരെ ഫ്രഷ് ആയിരിക്കും. അതേപോലെ തന്നെ പഠനത്തിന് നമുക്ക് പവർ നാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ രാത്രി ഉറക്കത്തെ ക്രമീകരിക്കേണ്ടത്? സയൻസ് പറയുന്നത്, നമുക്ക് ആ സ്ലീപ്പ് സൈക്കിൾസ് നമുക്ക് പൂർണ്ണമായി കിട്ടണം. സ്റ്റേജ് 3-ലോ 4-ലോ ഉണരരുത്. സ്റ്റേജ് 1-ലോ 2-ലോ ഉണരുന്ന രീതിയിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾസ് വേണം. നോർമലി ഈ ഒരു സ്ലീപ്പ് സൈക്കിളിൻ്റെ പരിധി 1.5 മണിക്കൂറാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കത്തെ ഏകദേശം 90 മിനിറ്റ്സ് ടു 110 മിനിറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്മുടെ ഉറക്കത്തെ ക്രമീകരിച്ചാൽ, അതായത് ഫസ്റ്റ് 1.5 അവർ, അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റേജ് 1-ലെത്തും,
പിന്നെ ഒരു 1.5 hour, അതായത് ടോട്ടൽ 3 hour കഴിഞ്ഞാൽ വീണ്ടും സ്റ്റേജ് 1-ലെത്തും. 4.5 hour 6 hours. അപ്പോൾ ഒരു 6 hour അല്ലെങ്കിൽ 7.5 hours ആണ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഏകദേശ സമയമെങ്കിൽ അപ്പോൾ നമ്മൾ സ്റ്റേജ് 1-ലായിരിക്കും ഉണരുക, നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരു 6 hours 45 minutes ആണെങ്കിൽ 6 hours നമ്മൾ സ്റ്റേജ് 1 വീണ്ടും എത്തി, പിന്നെ സ്റ്റേജ് 2 ചിലപ്പോൾ സ്റ്റേജ് 3-ലായിരിക്കും ഉണരുക, നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അതായത് ഒരു പക്ഷേ നമ്മൾ 12 മണിക്ക് ഉറങ്ങി 6:45 ഉണരുന്നതിനേക്കാളും നല്ലത് ചിലപ്പോൾ നമുക്ക് 7:30 ഉണരുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കാൻ നല്ലത്. അപ്പോൾ ഉറക്കത്തെക്കുറിച്ചുള്ള ചില സയൻറ്റിഫിക് സ്റ്റഡീസ് നമ്മുടെ പഠനവുമായി എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു മെസ്സേജ് നൽകാനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പവർ നാപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്, എല്ലാവരും പരീക്ഷിച്ച് ഫലം ഉണ്ടാക്കിയ ഒരു ടെക്നിക്കാണ്. നമ്മുടെ പഠനത്തിനെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കും. പക്ഷേ കൂടുതൽ ഉറങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ സ്ലീപ്പ് സൈക്കിൾസിനനുസരിച്ച് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ക്രമീകരിക്കാൻ ഒരുപക്ഷെ ശ്രമിച്ചാൽ നമ്മുടെ ഉറക്കം വളരെ എഫക്റ്റീവ് ആൻഡ് നമുക്ക് നല്ല റെസ്റ്റ് തരുന്നതായിരിക്കും. ഒരിക്കലും ഉറക്കമില്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്, പഠിക്കാനിരിക്കരുത്. ഉറക്കം എന്നുള്ളത് നമ്മുടെ മെൻ്റൽ റെസ്റ്റാണ്. ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ ലോങ് ടേം മെമ്മറി, അവിടെ നമ്മുടെ പല സിനാപ്സസും ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്, മെമ്മറിയുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് സ്ട്രോങ് ആവുന്നത് എന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ഉറക്കം എന്താണ്, നമ്മുടെ പഠനത്തെ, നമ്മുടെ മനസ്സിന്, നമ്മുടെ മെമ്മറിയെ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഫുൾ ടൈം ഉറങ്ങണമെന്നല്ല, പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഉറക്കത്തെ മനസ്സിലാക്കി ഉറങ്ങാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ ഉറക്കവും പഠനവും തമ്മിൽ നമുക്ക് നല്ലൊരു കോറിലേഷൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉറക്കത്തെ നമ്മുടെ പഠനത്തിനുള്ള നല്ലൊരു ഉത്തേജനമാക്കി മാറ്റാൻ പവർ നാപ്പ് പോലുള്ള ടെക്നിക്കുകളിലൂടെ സാധിക്കും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു എക്സാം ടിപ്പുമായി കാണാം. താങ്ക്സ് ഫോർ ലിസണിങ്. ഗുഡ് ബൈ.